പുലിത്താളം കേൾക്കുമ്പോഴേക്കും ഇവിടെ നൃത്തം വെക്കുന്ന പുലികൾ മാത്രം, താളം വെക്കുന്ന പുലികൾ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യന്മാരും ഒരുപക്ഷെ നമ്മൾ പോലും ഇപ്പം നമ്മുടെ കാല് നമ്മളറിയാതെ താഴെ ഉറച്ചു നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ നോക്കുകയും നമ്മുടെ കാല് ഈ താളത്തിനനുസരിച്ച് ഇങ്ങനെ താളം തുള്ളിക്കൊണ്ടിരിക്കും. അത് ഈ നൃത്തത്തെ നമ്മളറിയാതെ നമ്മൾ നൃത്തം ചെയ്യിക്കുന്ന ഒരു മാജിക്ക് അനുജ ഈ താളത്തിനുണ്ട്. അങ്ങനെ ആ താളത്തിന് അങ്ങനെ ഇത് ചൂടുതായി അങ്ങോട്ടേക്ക് അയ്യന്തോൾ ദേശത്തിൻ്റെ പുലികൾ, പ്രതാപശാലികളായ പുലികൾ, അവിടെ ക്രൂരമുഖികളായ പുലികൾ അങ്ങോട്ടേക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ വയറ് കേവലം വയറല്ല, ആ വയറ് കാണുമ്പോഴേക്കും പുലികൾ അങ്ങനെ ദംഷ്ടങ്ങൾ നീട്ടി ക്രൗര്യമുള്ള പുലികളായി തോന്നണം. ആ വയറ് കണ്ടാൽ ആ വയറ് കുലുങ്ങുമ്പോൾ ആ പുലികൾ അട്ടഹസിക്കുന്നതായി തോന്നണം. അങ്ങനെ പല മാർക്കിടുന്നതിനുള്ള പല ഘടകങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ പരമാവധി വയറ് കുലുക്കി ശരീരം കുലുക്കി ഇളക്കിയാട്ടിക്കൊണ്ട് പുലികൾ അതാ ഇവിടെ താളം മുറുകുകയാണ്. അനുജ താളം മുറുകുന്നതനുസരിച്ചുകൊണ്ട് പുലിത്താളവും മുറുകുന്നു, പുലികളുടെ ഈ പറഞ്ഞ ചൂടുകൾ മുറുകി കൂടുതൽ പുലികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അയ്യന്തോൾ ദേശം ഇവിടെ ആ പുലി കൊട്ടിക്കേറുകയാണ്. അയ്യന്തോൾ ദേശത്തിന്റെ പുലികളി സംഘം ഇവിടെ താളമേളങ്ങൾ കൊട്ടിക്കേറുകയാണ്. താളമേളങ്ങൾ കൊട്ടിക്കയറുമ്പോഴേക്കും ആകാശത്തേക്ക് തൃശ്ശൂർകാർ ഇവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാരുടെ പുലികളി സംഘത്തിന്റെ പുലികളി ആരാധകരുടെ കൈകൾ മേപ്പോട്ടേക്ക് വരും, ആകാശത്തേക്ക് ഉയർന്ന് അതിനനുസൃതമായി താളം പിടിക്കും. ഇപ്പോൾ ഈ അയ്യന്തോൾ ദേശത്തിന്റെ പുലികളി സംഘം പയ്യെ സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് അവിടെ അസാധ്യ വയറുള്ള പുലിയുണ്ട്, നല്ല ചെറിയ വയറുള്ള ചെറിയ പുലികൾ ഒരുപക്ഷെ ശങ്കരൻകുളങ്ങര ദേശത്തിന്റെ പുലികളാണ്. ഏറ്റവും ചെറിയ ഒരു കുഞ്ഞിപ്പുലി എന്ന് പറഞ്ഞാൽ അതിന് പരമാവധി ഒരു 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് അത് ഏറ്റവും പ്രായമുള്ള ഒരു പക്ഷേ ഏറ്റവും പ്രായമുള്ള കുട്ടിപ്പുലി ആയിരിക്കണം. ചടങ്ങ് നടന്നത് നേരത്തെ ഫ്ലോട്ടിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നടന്നത്. ഇപ്പോൾ പുലിക്കളിയുടെ ഫ്ലാഗ് ഓഫ്, അത് ഔദ്യോഗികമായി തന്നെ പുലിക്കളിക്ക് തുടക്കമായിരിക്കുന്നു. സംയുക്തമായി മന്ത്രിമാരും MLA-യും ഒപ്പം തന്നെ മേയറും ഒക്കെ ചേർന്നാണ് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ഇതിനു മുൻപ് തന്നെ നഗരത്തിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ പുലിക്കളിക്ക് തുടക്കമായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ വർണ്ണത്തിലുള്ള പുലികൾ ചുവട് വെച്ച് നീങ്ങുന്ന പുലികളെയാണ് നമുക്ക് കാണുന്നത്. പ്രത്യേക താളമാണ് പുലിത്താളം എന്ന് പറയുന്നത്. ആ പുലിത്താളത്തിൽ ചുവട് വെച്ച് നീങ്ങുന്ന പല വർണ്ണത്തിലുള്ള പുലികളെയാണ് ഇപ്പോൾ കാണുന്നത്. കറുത്ത കരിമ്പുലികൾ ഉൾപ്പെടെ, കൂടാതെ മറ്റ് പല വർണ്ണങ്ങളിലുള്ളതുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള വർണ്ണ വൈവിധ്യങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ആകമാനം കാണാൻ കഴിയുന്നു. ആകെ ഒരു ആഘോഷത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒക്കെ ലഹരിയാണ് തൃശ്ശൂരിൽ. കഴിഞ്ഞ വർഷമൊന്നും ആ തരത്തിലേക്കൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നല്ല രീതിയിൽ തന്നെ സാധാരണ രീതിയിൽ മുൻപൊക്കെ ആഘോഷിച്ചിരുന്നത് പോലെ പുലിക്കളി ആഘോഷിക്കുമ്പോൾ കൂടുതൽ സർപ്രൈസുകൾ കാത്തുവച്ചിട്ടുണ്ട് ഓരോ ദേശക്കാരും എന്നതാണ്. അതിൽ തന്നെ രാജാക്കന്മാരായി വിശേഷിപ്പിക്കപ്പെടുന്ന അയ്യന്തോൾ ദേശം, അവർ ഇതിനു മുൻപ് പങ്കെടുക്കാത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർ എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വലിയ സർപ്രൈസുകളുമായി രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. ദൃശ്യങ്ങൾ നമ്മൾ അത് സാക്ഷ്യം ആയി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ വേഗം തന്നെയാണ് കൂടുതൽ കാഴ്ചകളിലേക്കും വാർത്തകളിലേക്കും എത്തുന്നത്, ഇടവേള എടുത്തതിന് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.